എന്താണ് ഈ അലർജിക് റൈനൈറ്റിസ്? നമുക്ക് സാധാരണ മൂക്കിൽ ഒരു പൊടി പോവുകയോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ലക്ഷണം തുമ്മലായിരിക്കും. അത് കഴിഞ്ഞ് മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരാൻ തുടങ്ങും. മൂക്കിൽ ഫീൽ ചെയ്യുന്ന ഇറിറ്റേഷൻ കണ്ണുകളിലേക്കോ ചെവികളിലേക്കോ തൊണ്ടയിലോ ഒക്കെ പോയിട്ട് അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ ആയിട്ട് നമ്മുടെ ഇടയിൽ കാണപ്പെടും. ഇതിനെയാണ് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുക. ഒരു ഫാമിലിയിൽ പേരൻസിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ആർക്കെങ്കിലും അലർജിക് റൈനൈറ്റിസ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അലർജിക് റൈനൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. എൻവയറമെന്റ് ഒരു വലിയ റോളാണ് അലർജിക് റൈനൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. പൂക്കളുടെ പൂമ്പൊടി, പുകപടലങ്ങൾ, ഇവയെല്ലാം അലർജിക് റൈനൈറ്റിസ് കോസ് ചെയ്യാനും ട്രിഗർ ചെയ്യാനുമുള്ള കാരണങ്ങളാണ്. തുമ്മി വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ തുമ്മൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി, തുമ്മൽ മാറി ചുമയാകും, ചുമ മാറി അതൊരു ബ്രോങ്കൈറ്റിസ് ആയിട്ട് പിന്നീട് അതൊരു ശ്വാസം മുട്ടലായിരിക്കും. പലപ്പോഴും അത് അവസാനിക്കും. ഇങ്ങനെ അടിക്കടി അലർജിക് റൈനൈറ്റിസിന്റെ അറ്റാക്സ് വന്നുകൊണ്ടിരുന്നാൽ ഒരു കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ലെവൽസ് ഡൗൺ ആയി തുടങ്ങും. ആ ഇമ്മ്യൂണിറ്റി ലെവൽസ് ഡൗൺ ആകുന്നതോടുകൂടി തന്നെ പിന്നീട് വേറെ അസുഖങ്ങളും ആ കുട്ടിയിൽ വന്നു ചേരാനുള്ള സാധ്യത കൂടി വരും. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? മാസ്ക് ഉപയോഗിക്കാം. എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെറുതായിട്ടൊന്ന് ആവി പിടിക്കാം. ചില ഫുഡ് ഐറ്റംസിൽ നിന്നും ഇതുപോലത്തെ അലർജീസ് ഉണ്ടാവാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ബ്രോങ്കൈറ്റിസിലേക്ക് പോവാതിരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്താം എന്നറിഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് തന്നെ ഇതിനെ ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാം.